ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു ബോ ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സാറ്റിൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്, ഒരു പിങ്ക് ഷെയ്ഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ ലെങ്ത്ത് വന്നിട്ട് ഒരു 8 ഇഞ്ചും അതുപോലെ 6 ഇഞ്ച് വിഡ്ത്തുമാണ് വരുന്നത്. നമ്മളതിനെ ഇതേപോലെ ഫോൾഡ് ചെയ്യുക, വിഡ്ത്തിൽ ഫോൾഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്കതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ ഒരു താഴ്ഭാഗത്തെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ബാക്ക് സൈഡാണ്, അതായത് ഉൾവശമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. ഇനി അതിൻ്റെ നല്ല വശത്തേക്ക് ഇതുപോലെ തിരിച്ചെടുക്കണം. ഓക്കെ, നമുക്കിതിനൊന്ന് അയൺ ചെയ്തെടുക്കണം കേട്ടോ, അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ഇരിക്കും. ഇനി ചെറിയൊരു പീസും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതൊരു 3 ഇഞ്ചൊക്കെ ലെങ്ത്ത് മതിയാവും. അതുപോലെ ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മളിതിനെ നല്ല വശത്തേക്ക് തിരിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ ഒരു സൂചി കുത്തിയിട്ട് നമ്മൾ ഉള്ളിൽ കൂടെ സൂചിനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ തിരിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, അതേ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്നും അവിടെ സെറ്റായിട്ട് ഇരിക്കും. സാറ്റിൻ്റെ ക്ലോത്ത് ആകുമ്പോൾ പെട്ടെന്ന് പിടിക്കും കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ച് അയൺ ചെയ്യുക. ഇനി ഇതേപോലെ മടക്കാം. ഇതേപോലെ മടക്കിയിട്ട് നമുക്കിങ്ങനെ നൂലും സൂചിയും വെച്ചിട്ട് തുന്നിക്കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാനിത് ഒന്നും കൂടി കാണിച്ചു തരാം. ഇതുപോലെ വെച്ചിട്ട് ഇനി നൂലും സൂചി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കാം, നടുക്കില്ല ആ പോയിൻറ്റിൽ കൂടെ. എന്നിട്ട് ഇതുപോലെ തുന്നിയെടുത്തതിന് ശേഷം ആ ത്രെഡ് പിടിച്ചൊന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ ഇങ്ങനെ ചുളിഞ്ഞ് കിട്ടും. എന്നിട്ട് ആ ത്രെഡ് വെച്ച് തന്നെ ആ സെൻറ്റർ പോർഷൻ ഒന്ന് മുഴുവനായിട്ട് ഇതുപോലെ ചുറ്റിയിട്ട് ഒരു കെട്ടിട്ടിട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ആ ചെറിയൊരു പീസ് വെച്ചില്ലേ, അത് വെച്ചിട്ട് അതിൻ്റെ നടുക്കിൽ കൂടെ ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് തിരിച്ചാണ് വയ്ക്കുന്നത്. അതായത് നമ്മുടെ സ്റ്റിച്ച് കാണുന്ന പോർഷൻ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിനെ നല്ല വശം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ തിരിച്ചെടുക്കുക ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ മതിയെങ്കിൽ എങ്ങനെയായാലും മതി. ഞാനിപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തൊന്ന് നമ്മുടെ ഫാബ്രിക് ഗ്ലൂ ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി കേട്ടോ. ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഷുഗർ ബീഡ്സ് വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പ്ലെയിനായിട്ട് മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിനായിട്ട് എടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ മുത്ത് തുന്നിക്കൊടുക്കണമെങ്കിൽ തുന്നിക്കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എളുപ്പപ്പണിക്ക് കുറച്ച് നമ്മുടെ ഫാബ്രിക് ഗ്ലൂ ആക്കിയിട്ട് ഷുഗർ ബീഡ്സ് കുറച്ച് ഒരു സൈഡിൽ മാത്രം ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇത് സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഞാൻ ഉണങ്ങിയിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ആ ബീഡ്സിൻ്റെ പശയ്ക്ക് നന്നായിട്ട് ഉണങ്ങി നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെയർ ബോ ആയിട്ടും അതുപോലെ ഡ്രസ്സിൽ വെക്കാനുള്ള ബോ ആയിട്ടും ഇത് യൂസ് ചെയ്യാം കേട്ടോ.